നമസ്കാരം. സാംസ്കാരിക വാർത്തകൾ. മസ്കറ്റ് പഞ്ചവാദ്യ സംഘത്തിന്റെ 20ാം വാർഷികാഘോഷ പരിപാടിയായ മസ്കറ്റ് പൂരം ഓഗസ്റ്റ് 23 നടക്കും. അൽ ഫലജ് ഹോട്ടലിൽ നടക്കുന്ന പരിപാടി ഒമാനിലെ ഇന്ത്യൻ അംബാസഡർ അമിത് നാരംഗ് ഉദ്ഘാടനം ചെയ്യും. മിഡിൽ ഈസ്റ്റ് ഫയർ ആൻഡ് സേഫ്റ്റിയാണ് മുഖ്യ പ്രായോജകർ. ആഘോഷ പരിപാടിയുടെ ഭാഗമായി നാട്ടിൽ നിന്നും എത്തുന്ന പ്രശസ്ത കലാകാരന്മാരായ കുട്ടനെല്ലൂർ രാജൻ മാരാർ നയിക്കുന്ന മേജർ സെറ്റ് പഞ്ചവാദ്യവും ചൊവ്വല്ലൂർ മോഹനവാര്യരും പനങ്ങാട്ടിരി മോഹനനും നയിക്കുന്ന 60-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന പഞ്ചാരിമേളവും നടക്കും. കൂടാതെ 100-ൽ പരം കലാകാരന്മാർ അണിനിരക്കുന്ന ഇന്ത്യയിലെ വിവിധ കലാരൂപങ്ങളും ഒമാനിലെ തദ്ദേശീയ നൃത്ത സംഗീതവും ഒരുമിക്കുന്ന കലാസംഗമവും കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ് എന്നിവയും നടക്കും. ഡിജിറ്റൽ ഫയർവർക്സ് ലോകപ്രശസ്തനായ ഡ്രമ്മർ ശിവമണി അവതരിപ്പിക്കുന്ന മാജിക്കൽ പെർഫോമൻസാണ് പ്രധാന ആകർഷണം. മലപ്പുറം ജില്ലാ KMCCയുടെയും താനൂർ മണ്ഡലം കമ്മിറ്റിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ അന്തരിച്ച മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കുട്ടി അഹമ്മദ് കുട്ടി അനുസ്മരണ യോഗവും പ്രാർത്ഥനാ സദസ്സും സംഘടിപ്പിച്ചു. ദുബൈ KMCC ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ ചടങ്ങ് ആർ ഷുക്കൂർ ഉദ്ഘാടനം ചെയ്തു. മുജീബ് കോട്ടക്കൽ അധ്യക്ഷത വഹിച്ചു. അനുശോചന പ്രമേയം ഷരീഫ് മലബാർ അവതരിപ്പിച്ചു. വയനാട് ദുരന്തത്തിൽ കഷ്ടപ്പെടുന്നവർക്കായി കേരള സർക്കാർ നടത്തുന്ന ദുരിതാശ്വാസ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയുമായി ഫുഡ് ചലഞ്ച് സംഘടിപ്പിച്ച വനിതാ കലാസാഹിതി. 500-ലേറെ പേർ ഫുഡ് ചലഞ്ച് ഏറ്റെടുത്തതായി വനിതാ കലാസാഹിതി ഷാർജ പ്രസിഡന്റ് മിനി സുഭാഷ്, സെക്രട്ടറി ഷിഫി മാത്യു, വയനാട് ഫുഡ് ചലഞ്ച് കൺവീനർ മീര എന്നിവർ അറിയിച്ചു. ഫുഡ് ചലഞ്ചിൽ നിന്ന് ലഭിച്ച തുക മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടുത്ത ദിവസം കൈമാറുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതോടെ സാംസ്കാരിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.